ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് ഞങ്ങളൊരു ചെറിയ യാത്രയിലാണ്. ആദ്യം ഞങ്ങൾ വന്നേക്കുന്നത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രത്തിലാണ്. അപ്പം ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ രണ്ട് ഇമ്പോർട്ടൻ്റ് വ്യക്തികളെ കാണാൻ പോവാണ്. അപ്പം ഈ അമ്പലം കുറേ പേര് കേട്ടിട്ടുണ്ടാവും, പെരിങ്ങോട്ടുകര വിഷ്ണുമായ ദേവസ്ഥാന ക്ഷേത്രം. ഇത് ഞാൻ കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് അമ്പലത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ടൊന്ന് പോകണം എന്ന് തോന്നിയ ഒരു ക്ഷേത്രമാണ്. കണ്ടില്ല, കാണിച്ചിട്ട് നല്ല ഗോൾഡൻ കളർ ടെമ്പിൾ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ട് എന്നറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അമ്പലം കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് പോകണം എന്ന് തോന്നി. പിന്നെ അവിടെ ഇങ്ങനെ ഉച്ചയ്ക്ക് 12 മണിക്ക് കുറേ അങ്ങനത്തെ കുറേ ഇതൊക്കെ ആചാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും ഞാൻ നിന്നില്ല. അവിടെ ഇങ്ങനെ അവിടുത്തെ പൂജാരി ആയിട്ടല്ല, അവിടെ വന്നിങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് കുറച്ചിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരിക അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും നമ്മുടെ എനിക്ക് തോന്നിയ ആ മുത്തപ്പൻ്റെ ഒരു കണ്ണൂരിലെ മുത്തപ്പൻ്റെ ഒരു കൺസെപ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതാണോ എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയത്തില്ല, കാരണം ഞാൻ അതിനൊന്നും അവിടെ നിന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് രണ്ട് ഇമ്പോർട്ടൻറ്റ് വ്യക്തികളെ കാണാൻ പോകുന്ന വഴിക്ക് ഞാൻ ഈ അമ്പലത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറണം. കാരണം നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം, അതിൻ്റെ പരിസരവും ഒക്കെ, ആ ഒരു ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷനും നല്ല ഭംഗിയുള്ള കുറേ സ്കൾപ്ചേഴ്സും പഴയ. അപ്പോൾ അതിൻ്റെ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വിഷ്ണുമായ ആണ്. വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഡയറ്റിയെ പറ്റി കേൾക്കുന്നത് തന്നെ. ശിവൻ്റെയും പാർവതിയുടെയും മകനായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര പുതുമയായിട്ട് തോന്നി. ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ഡയറ്റിയെ പറ്റി. അപ്പം ഭയങ്കര ഒരു കൗതുകമായിട്ടൊക്കെ ഫീൽ ചെയ്തു. ബാക്കി നോർമൽ ഗണപതി, ദേവി ഒക്കെയാണ് ഇരിക്കുന്നത്, സ്വാമി അയ്യപ്പൻ ഒക്കെ ഉണ്ട്. അപ്പം ചുറ്റിനിങ്ങനെ പാർവതി ദേവിയുടെ വിവിധ രൂപങ്ങൾ, ശിവൻ്റെ നടരാജ വിഗ്രഹങ്ങൾ ഒക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ നമുക്ക് ചുറ്റിനും നടന്ന് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. വെളിയിൽ, അമ്പലത്തിൻ്റെ വെളിയിലും ഒക്കെ ശരിക്കും നമ്മുടെ ഒരു ഗോൾഡൻ ടെമ്പിൾ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. കണ്ടോ ശിവപാർവതിയുടെ രൂപങ്ങൾ, ഇത് ഗണപതിയുടെ പല പോസിലുള്ള രൂപങ്ങൾ. നല്ല രസമാണ്. അവിടെ ചുറ്റിനും നടന്ന് ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങളൊരു 1 hour സ്പെൻഡ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു രണ്ട് ഇമ്പോർട്ടൻറ്റ് വ്യക്തികളെ കാണാൻ പോകണത്. അവരുടെ വീട്ടിലെത്തി. എൻ്റെയും നന്ദുവിൻ്റെയും ഡാൻസ് സാറും ടീച്ചറും, സഹദേവൻ മാസ്റ്ററും ഷീല ടീച്ചറും. ഞാൻ എൻ്റെ ശിലങ്ക പൂജയുടെ വീഡിയോയിൽ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്ദു KG 1 തൊട്ട് 10th വരെ ഡാൻസ് പഠിച്ചിരുന്ന സാറിൻ്റെ ടീച്ചറിൻ്റെ അടുത്താണ്. നന്ദുവിൻ്റെ അരങ്ങേറ്റം ചെയ്യാനിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിരുന്നു. അപ്പം ഞാൻ നന്ദുവിന് വേണ്ടി അരങ്ങേറ്റം പെർഫോം ചെയ്യുമ്പം ഡെഫിനറ്റായിട്ടും എനിക്ക് സാറിൻ്റെയും ടീച്ചറിൻ്റെയും അനുഗ്രഹം മസ്റ്റാണല്ലേ. എന്നെ പോലെ തന്നെ സാറിനും അത്ര ആഗ്രഹമായിരുന്നു നന്ദുവിൻ്റെ അരങ്ങേറ്റം നടത്തി കാണുക എന്നുള്ളത്. അപ്പം സാറിൻ്റെ അനുഗ്രഹം മേടിക്കൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാനൊരു 2-3 മാസം മുമ്പ് സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ അരങ്ങേറ്റത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ആക്കുമ്പം വരാം എന്നുള്ളത്. അപ്പം സാറിന് ഒരു മുണ്ടും ടീച്ചറിന് ഒരു സാരിയൊക്കെ മേടിച്ചുകൊണ്ട് പോയി. രണ്ടുപേരുടെയും അനുഗ്രഹം മേടിക്കൽ എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അവരെ രണ്ടുപേരുടെയും അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം നന്ദു ഒരു 12-11 വർഷത്തോളം ഡാൻസ് പഠിച്ചൊരു സ്ഥലമല്ലേ. അപ്പം അത്രയും ക്ലോസ് ആയിരുന്നു. ഒരു ഡാൻസ് പഠിച്ചത് മാത്രമല്ല, ഞങ്ങൾ അവരുമായിട്ട് നല്ല ക്ലോസ് ആയിരുന്നു. ഞാൻ സാറിൻ്റെ അടുത്ത് മോഹിനിയാട്ടം പഠിക്കാൻ പോകുമ്പോഴും സാറിൻ്റെ അടുത്ത് ഒരുപാട് വിശേഷങ്ങൾ, എനിക്ക് ചെറുതിലെ അത്രയും ഇതായിട്ട് ഡാൻസ് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളും, അപ്പോൾ എനിക്കും വലിയ ആഗ്രഹമാണ് നല്ലൊരു ഡാൻസ് കാണുന്നത്. അപ്പോൾ സാറിന് നന്നായിട്ട് അറിയാം എൻ്റെ ആ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്നത് നേരത്തെ പറഞ്ഞുകൊണ്ട് ടീച്ചർ ഒത്തിരി വിഭവ സമൃദ്ധ ഫുഡൊക്കെ ഒരുക്കി വെച്ചിരുന്നു. തിരിച്ച് വീട്ടിലെത്തി. ടീച്ചറിൻ്റെ സാറിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവിടുത്തെ ഗംഭീരമായ ഊണ് കാരണം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നേ. കാറി കയറി ഞാൻ ഇങ്ങനെ തൂങ്ങി ഞാൻ കുറച്ച് നേരം കൊണ്ട് ഇപ്പം എടുക്കാം എന്തായാലും ക്യാമറ എടുത്ത് സംസാരിക്കാനായിട്ടുള്ള ആരോഗ്യമില്ലായിരുന്നു. സത്യമായിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ ട്രൈപോഡും ഒക്കെ പിടിച്ചിങ്ങനെ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അങ്ങനെ തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. കണ്ണാടി വെച്ചുകൊണ്ട് കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഇപ്പം എൻ്റെ കണ്ണ് തുറന്നപ്പോൾ ഞാൻ IV ലീഗിൻ്റെ ഫ്രണ്ടിലെത്തി. കുറേ നേരം ഞാൻ റെഡി ആയിട്ടിരിക്കുമായിരുന്നു ഒന്ന് പറയാനായിട്ട്. അത്ര സൂപ്പർ ഊണായിരുന്നേ. ലാസ്റ്റ് ഒരു ചക്കപ്പായസം കൊണ്ടായിരുന്നു. സത്യമായിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ട് ഞാനൊരു ചക്കപ്പായസം എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. അത്രയും സൂപ്പർ ചക്കപ്പായസം, ഭയങ്കര ടേസ്റ്റുള്ളൊരു ചക്കപ്പായസമായിരുന്നു. ഞാനെന്നിട്ട് ഇറങ്ങാൻ നേരത്ത് ടീച്ചറിനോട് പറഞ്ഞു,
നന്ദു എപ്പോഴും ഈ അരങ്ങേറ്റ സമയം വരുമ്പോഴത്തേനും ടീച്ചറിന്റെ വീട്ടിൽ വന്നിന്ന് 2 ദിവസം ടീച്ചറിന്റെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിൽക്കണമെന്ന് നന്ദുസരായിട്ട് പറയുന്നത്. നന്ദുവിന് ഭയങ്കര ഫേവറേറ്റാണ് ടീച്ചറിന്റെ. അങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവിടെ നിന്ന് ടീച്ചറിന്റെ ഫുഡ് കഴിച്ചിട്ടുള്ള കുട്ടികളൊക്കെ പറഞ്ഞ് നന്ദുവിന് ഇങ്ങനെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ടീച്ചറിന്റെ ഫുഡ്. ഇങ്ങനെ ആ ടീച്ചറിന്റെ ഫുഡ് ടേസ്റ്റ് ചെയ്യണമെന്ന് എപ്പോഴും നന്ദു പറയാറുള്ളതാണ്. അങ്ങനെ ഞാൻ ടീച്ചറോട് പറഞ്ഞു, നന്ദുവിന് പകരം ഞാനാണെന്ന് ടീച്ചറിന്റെ ഒരു ഗംഭീരമായിട്ട് ഊണ് ഫസ്റ്റ് ടൈം ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കുന്ന ആദ്യമായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഊണ് ഇഷ്ടപ്പെട്ടോ? ഊണ് നല്ലായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഉള്ളിത്തീലും പയറും അവരുടെ ഫേവറേറ്റ്. തൈര് ഞാൻ പറഞ്ഞ് എടുപ്പിച്ചതാണ് കേട്ടോ. ടീച്ചർ എന്നോട് രണ്ടാമത് ചോദിച്ചു ഞങ്ങൾ അവിടെ ചെന്ന് രസം ഉണ്ടാക്കണമെന്ന്. നമ്മൾ ഇനിയും ടീച്ചർ രസം ഒന്നും ഉണ്ടാക്കണ്ട, ടീച്ചർ തൈര് ഒന്ന് എടുത്തു വെച്ചിരുന്നാ മതി. കടച്ചക്ക സ്റ്റൂ, ഉള്ളിത്തീയല്, പയറുതോരൻ, അതാണ് എനിക്ക് മുമ്പിൽ കണ്ടത്. പിന്നെ വരാലും നാടൻ മീനും, വരാല് കറിയും, ചിക്കൻ. എനിക്ക് ചക്കപ്പായസവും ഇപ്പോഴും ടേസ്റ്റ്. ഇത് സൂപ്പർ ചക്കപ്പായസമായിരുന്നു. ഭയങ്കര ടീച്ചർ തന്നെ പറഞ്ഞു, ടീച്ചർ പായസം സ്പെഷ്യലിസ്റ്റ് ആണ്. ഞങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മുരളിയേടനെ വിളിച്ചു പറഞ്ഞു. മുരളിയേടൻ പറഞ്ഞായിരുന്നു ഒന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ്ട, ഞങ്ങൾ സ്ഥിരം അവിടെ പോകുമ്പോൾ ഒരു 3-4 മാസം പോയിരുന്നു. അപ്പോഴും കഴിക്കാത്തത് ഇങ്ങനെ ടീച്ചറിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഊണ് കഴിക്കാത്തത്. എനിക്ക് പറഞ്ഞിട്ട് പോയ ടീച്ചറിനെങ്കിൽ ഒത്തിരി പാടല്ലേ, ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അതാണ്ട് ഇതേപോലെ പറഞ്ഞിട്ട് പോകുമ്പോൾ ടീച്ചറിങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും, പാടല്ലേ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അതാണ്ട് നല്ലൊരു ഊണ് കഴിച്ചു. അങ്ങനെ ആ ടീച്ചർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മെയിനായിട്ട് പോയത് തന്നെയായിരുന്നു, അരങ്ങേറ്റമൊക്കെ ക്ഷണിക്കാനായിരുന്നു, വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ്? ഇനിയൊന്നുമില്ല. എന്തോ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ഈ വീക്കെൻഡ് കുറേ സിനിമ റിലീസാവുന്നുണ്ട്. മെയിൻ സിനിമകള് ഗോട്ടും, വിജയുടെ ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമും, ടോവിനോയുടെ ARM. ഏത് സിനിമ ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ സിനിമ കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ, ഏത് സിനിമയാണ് കാണുന്നതെന്ന്. ഞാൻ സാറ്റർഡേ വിജയുടെ സിനിമ കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിജയ് ഫാനാണ്, വിജയുടെ സിനിമകളൊക്കെ ഇഷ്ടമാണ്. ഇതിങ്ങനെ ഒത്തിരി ആക്ടേഴ്സ് ഉണ്ടല്ലോ ഇതിനകത്ത്, അതുകൊണ്ട് കാണണം. അതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ വിജയുടെ എല്ലാം തിയേറ്ററിൽ പോയി കാണാറൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ കുറേ നാളായി പുറത്തൊക്കെ പോയിട്ട്. കഴിഞ്ഞ വീക്കെൻഡ് എങ്ങും പോയില്ല, ആകെ വീക്കെൻഡ് ഒരു ദിവസമാണ് പുറത്തിറങ്ങുന്നത്. പക്ഷെ കഴിഞ്ഞ വീക്കെൻഡ് മുരളിയേട്ടന് മുരളിയേട്ടൻ ഇവിടെ TT കോമ്പറ്റീഷൻ ആയിരുന്നു. മുരളിയേട്ടൻ TT സിംഗിൾസിലും ഡബിൾസിലും ഒക്കെ ഫസ്റ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. അത് ഞാൻ പറയാൻ മറന്നുപോയല്ലോ. TT വിന്നറിന്റെ ജാടയിലിരിക്കുകയാണ് കേട്ടോ. സിംഗിൾസിലും ഫസ്റ്റ്, ഡബിൾസിലും ഫസ്റ്റ്. കഴിഞ്ഞ ആഴ്ച അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയില്ല, TT കോമ്പറ്റീഷൻ ആയിരുന്നു കാരണം. ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. മുരളിയുണ്ട്. പുറയുന്നൊരു അശരീരി, ഞാൻ പോവാന്നും പറഞ്ഞ് പോയ ഒരാളെ TTയെ പറ്റി പറഞ്ഞപ്പോൾ അശരീരി ഫോട്ടോ ഇടാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ TT വിശേഷങ്ങൾ. ഈ ആഴ്ച സിനിമയാണ് വീക്കെൻഡ് പരിപാടി. അപ്പോൾ നിങ്ങൾ ഏതാ സിനിമ കാണുന്നതെന്നൊക്കെ പറയൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.